ഇനി ന്യൂസ് 3 ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഒരു യുദ്ധത്തിന്റെ പടിവാതിൽ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം നമുക്ക് തുറന്നു കിട്ടുകയായിരുന്നു. സത്യത്തിൽ ഇത്തവണ രാജ്യം പോരടിച്ചത് പാകിസ്ഥാനോട് മാത്രമായിരുന്നില്ല, വ്യാജ വാർത്തകളോടുകൂടിയായിരുന്നു. അത്രത്തോളം ഫേക്ക് ന്യൂസ് ആ സമയത്ത് നമ്മുടെ സ്ക്രീനിലും സോഷ്യൽ മീഡിയ ഫീഡിലും ഒക്കെ നിറഞ്ഞു. കൃത്യമായ വാർത്തകൾ കിട്ടുക, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഞങ്ങൾ മാധ്യമപ്രവർത്തകർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങളൊക്കെ ഇവിടെ ന്യൂസ് റൂമുകളിൽ ഇരുന്നാണ് യുദ്ധത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. യുദ്ധം സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ആശങ്കയിലായി, ഭയന്നു, ചില സമയത്തെങ്കിലും ആവേശഭരിതരായി. പക്ഷേ യുദ്ധം യഥാർത്ഥത്തിൽ അതൊന്നുമല്ല, നാശമാണ്, അവസാനമാണ്, ദുഃഖമാണ്. അത് യുദ്ധഭൂമിയിൽ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. സംഘർഷ മേഖലകളിൽ, യുദ്ധഭൂമിയിൽ വലിയ വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നേരിടുന്ന മേഖലകളിൽ നേരിട്ട് യാത്ര ചെയ്ത് ആ അനുഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ധീരയായ മാധ്യമപ്രവർത്തകയാണ് ഇന്ന് ന്യൂസ് 3യിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത് അഞ്ജന ശങ്കർ. അഞ്ജന ഖലീജ് ടൈംസ്, ദ നാഷണൽ തുടങ്ങിയ നിരവധി മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് ഇപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ്. ശ്രീമതി അഞ്ജന, വളരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്, ഒരു മലയാളി സ്ത്രീക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്ന തരം അനുഭവങ്ങൾ, അത് മോശമാവട്ടെ നല്ലതാവട്ടെ, പക്ഷേ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ സമ്പത്താണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടിയ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട് അങ്ങനെ ഒരാളെ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നതിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യുക്രൈനിലാണ്, റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കെടുതികളെല്ലാം നേരിട്ട് കണ്ട്, ഞാൻ കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സ്ക്രീനിലായിരുന്നു കണ്ടിരുന്നത് മുഴുവൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും ആവേശഭരിതരാവുന്നതും ഒരു യുദ്ധം ചാനലിൽ തന്നെ നടത്തുന്നതുമൊക്കെ ആത്മവിമർശനപരമായി നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് യുദ്ധഭൂമിയിൽ നേരിട്ട് സഞ്ചരിച്ച അനുഭവങ്ങളുമായി അഞ്ജന ഇവിടെ ഇരിക്കുന്നത്. ഈ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡ് ഇന്ത്യൻ മീഡിയയിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? താങ്ക് യു ശ്രീജ ഫോർ ഹാവിങ് മീ. ശ്രീജ പറഞ്ഞ പോലെ തന്നെ ഉക്രൈനിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്ത് ഞാൻ നാട്ടിലെത്തിയ ഉടനെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം തുടങ്ങുകയായിരുന്നു. അപ്പോൾ നാച്ചുറലി ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ധാരാളം TV ന്യൂസുകളും ഒക്കെ ഫോളോ ചെയ്യുമായിരുന്നു. ആദ്യം കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഞെട്ടലാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. കാരണം ഞാൻ ഈ 24/7 ന്യൂസ് അവർ ചാനലുകളിലൊന്നും വർക്ക് ചെയ്യാത്ത ഒരാളാണ്. സോ ഐ എം നോട്ട് ഹിയർ ടു ജഡ്ജ്. പക്ഷെ എങ്കിലും യുദ്ധം എന്ന് ഒഫീഷ്യലായി രണ്ട് രാജ്യങ്ങളും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ TV ചാനലുകളെല്ലാം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലാണുള്ള റിപ്പോർട്ടിംഗ് ആണ് കാണാനിടയായത്. അപ്പോൾ തീർച്ചയായും എൻ്റെ മുന്നിലുള്ള അനുഭവങ്ങൾ വെച്ച് നമുക്കറിയാം, ഏറ്റവും കെയർഫുള്ളായും ഏറ്റവും റെസ്പോൺസിബിളായും ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ജേർണലിസ്റ്റുകൾക്ക് ഒരു വാർ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ. കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ വാർത്തകൾക്കും, നമ്മൾ പുറത്തുവിടുന്ന ഓരോ ഇൻഫർമേഷനും അത്രയധികം വലിയ വലിയ പ്രത്യാഘാതങ്ങളുണ്ട് അല്ലേ. പ്രത്യേകിച്ചും അത് ഫേക്ക് ആണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ, രാജ്യത്തിൻ്റെ സുരക്ഷയെ വരെ തന്നെ, അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയെ തന്നെ, അങ്ങനെ ഒരു പാനിക് ബട്ടണൊക്കെ പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടിംഗ് നമുക്ക് യു ക്യാൻ മേക്ക് ആൻഡ് ബ്രേക്ക് ന്യൂസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു പാരലൽ യുദ്ധം നടക്കുന്ന ഒരു ഭീതി തന്നെ, ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. കാരണം യുദ്ധഭൂമിയിൽ നടക്കുന്ന യുദ്ധം ഒന്ന്, പിന്നീട് TV ചാനലുകളിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയകളിലും എല്ലാം തന്നെ ഈ ഫേക്ക് ന്യൂസിന് എതിരെയുള്ള ആയിട്ടുള്ളൊരു യുദ്ധം, അത് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. കാരണം ശരിക്കും ആളുകളുടെ ഉള്ളിൽ ഒരു യുദ്ധഭീതി ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലും അതൊരു വശത്ത്, മറ്റൊരു വശത്ത് യുദ്ധം ആഘോഷിക്കപ്പെടേണ്ട എന്തോ ആണ്, അതൊരു ഉത്സവമാണ് എന്നൊരു പ്രതീതിയിലൊക്കെയുള്ള ഈ ന്യൂസ് സൈക്കിളുകളെല്ലാം ഞാൻ അഞ്ജന, ഞാൻ മടങ്ങി വരാം. ഒറ്റ മിനിറ്റ്, എൻ്റെ കയ്യിൽ കുറച്ച് വിഷ്വൽസ് ഉണ്ട് അഞ്ജന, യുക്രൈനിൽ നിന്ന് എടുത്ത കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ആ വിഷ്വൽസ് ഒന്ന് കാണിച്ചിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. It's almost like he's wanting Ukraine to lose so that... I'm in the Kharkiv city, and what you see behind me is a residential building that was completely flattened by the Russian forces. So basically I was asking about, did you feel that there was a moral obligation on you
Because യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 1184 ദിവസമാണ്. ഒരുപക്ഷെ ഒരു 1000 ദിവസങ്ങളൊക്കെ പിന്നിട്ട സമയത്തായിരിക്കും അഞ്ജന അവിടെ പോയിട്ടുണ്ടാവുക. ആ സമയത്ത് ഈ യുദ്ധം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യുക്രൈൻ പോലെ ചെറിയൊരു രാജ്യത്തുണ്ടാക്കുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് നമ്മളിവിടെ ഈ ഒരു ഇൻ്റർനാഷണൽ മീഡിയ നമ്മൾ വേറൊരു തരത്തിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഒന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് തന്നെയാണ് ആ സെലക്ഷൻ കിട്ടിയതും ഒരു ട്രെയിനിങ് കിട്ടി ഈ യുദ്ധഭൂമിയിൽ പോകുന്നു. സത്യത്തിൽ യുക്രൈൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് ഈ MBBS ഒക്കെ പഠിക്കാൻ കുറേ മലയാളികൾ പോകുന്ന ഒരു രാജ്യം എന്നത് മാത്രമായിരുന്നു യുക്രൈനെ പറ്റി അറിയാവുന്ന ഒരു പിക്ചർ അത്രയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഈ 1000 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ ഭൂമി എങ്ങനെയാണ്? യുക്രൈനിൽ ഇപ്പോൾ 3 വർഷത്തിലധികമായി യുദ്ധം തുടങ്ങിയിട്ട് ശ്രീജ പറഞ്ഞ പോലെ യുദ്ധം പല സ്ഥലങ്ങളിൽ പല പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ യുക്രൈനിൽ തന്നെ ഞാൻ ആദ്യം താമസിച്ചിരുന്ന യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് എന്ന നഗരത്തിൽ നമ്മൾ ആ നഗരത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോഴും റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴൊക്കെ ഒരു യുദ്ധഭൂമിയാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവില്ല. കാരണം 3 വർഷത്തിൽ കൂടുതൽ ദിവസങ്ങളോളം രാത്രിയും പകലുമൊക്കെ ഈ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെ നേരിട്ട ആ ജനത കുറേ കഴിയുമ്പോൾ നമുക്കൊരു റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുമല്ലോ. അപ്പം അങ്ങനെ വളരെ റെസിലിയൻ്റ് ആയിട്ടുള്ളൊരു ആളുകളെയാണ് ഞാൻ യുക്രൈനിൽ കാണാൻ സാധിച്ചത്. കാരണം മിസൈലുകളും ഡ്രോണുകളും വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ നമുക്ക് ജീവിക്കണം. ലൈഫ് ഹാസ് ടു ഗോ ഓൺ, ലൈഫ് ഹാസ് ടു മൂവ് ഓൺ എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് പലപ്പോഴും ആളുകൾ അവിടെ ജീവിക്കുന്നത്. പക്ഷേ സിറ്റിയിൽ നിന്നും നമ്മൾ കുറച്ച് ഫ്രണ്ട് ലൈൻസിൻ്റെ ഭാഗത്തിലോട്ട്, കാരണം നോർത്ത് ഈസ്റ്റ് ഒക്കെയുള്ള ഭാഗങ്ങളിലാണ്, റഷ്യയുടെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ശരിക്കും യുദ്ധത്തിൻ്റെ ഭീതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ കാർക്കീവ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വളരെ ദിവസങ്ങളോളം ട്രാവൽ ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈനിൻ്റെ നോർത്തിലുള്ള റഷ്യയിൽ നിന്നും വളരെ കുറച്ച് കിലോമീറ്റർ മാത്രം അകലെ ഫ്രണ്ട് ലൈൻസ് ഉള്ള സ്ഥലമാണ്. അവിടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിലോമീറ്ററുകളോളം പല വില്ലേജുകളുമൊക്കെ അമ്പാടെ നശിച്ച ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. റഷ്യയുടെ 2022 മുതൽ തുടങ്ങിയുള്ള യുദ്ധത്തിൽ ഇപ്പോഴും എല്ലാ രാത്രികളിലും മിസൈൽ അറ്റാക്കുകൾ ഉണ്ടാകുന്ന നഗരങ്ങളാണ് ആ ബോർഡർ ഏരിയാസിലുള്ളത്. അപ്പോൾ ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കാർക്കീവ് സിറ്റിയിൽ താമസിക്കാതെ 2-2.5 മണിക്കൂറോ അകലെ ട്രാവൽ ചെയ്ത് രാത്രി ഒരു വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ ആരുടെയും നോട്ടീസിൽ പെടാത്ത തരത്തിലുള്ള ചെറിയൊരു ഹോട്ടലുകളിൽ രാത്രി താമസിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം പിന്നീട് ആദ്യ സിറ്റിയിലോട്ട് ട്രാവൽ ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലക്ഷറി എൻ്റെ പോലത്തെ പത്രപ്രവർത്തകർക്കുണ്ട്. പക്ഷേ ആ നഗരങ്ങളിൽ താമസിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്, കുടുംബത്തോടെ താമസിക്കുന്നവരാണ്, അത് അവരുടെ സ്വന്തം നാടാണ്, അവർക്ക് ദേ ഹാവ് നോ എസ്കേപ്പ്. അപ്പോൾ മരിക്കാൻ മടിയില്ലാത്തതും അല്ലെങ്കിൽ മരിക്കാനുള്ളൊരു പേടി പോയൊരു ജനതയാണ് ഞാൻ കണ്ടത്. പക്ഷേ എന്നാൽ ഒപ്പം തന്നെ ഒരു കാരണവശാലും യുദ്ധം അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും മരണം വരെ പോരിടാൻ തയ്യാറാണെന്നൊക്കെ പറയുന്ന പട്ടാളക്കാർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ, അത് വീട്ടമ്മമാരാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും ഈവൻ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ഗവൺമെൻറ് പൊസിഷനിലിരിക്കുന്ന ഓരോരുത്തരും അത് അവരുടെ യുദ്ധമാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം അവരുടെ സ്വന്തം നാടാണത്, അവർക്ക് വേറൊരു സ്ഥലത്തോട്ട് എസ്കേപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തരം നാശനഷ്ടങ്ങളും നമുക്ക് യുദ്ധത്തിൻ്റെ കാണാൻ സാധിക്കും. ഒരു പച്ചയായ ചിത്രമാണത്. യുദ്ധം ഒരു രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ട് ക്യാൻ എ വാർ ഡു ടു ആൻ എൻറ്റയർ കൺട്രി എന്നുള്ളതിൻ്റെ പച്ചയായ ഒരു ചിത്രമാണ് യുക്രൈനിൽ. നമുക്ക് അപകടമൊന്നും ഇല്ല, അല്ലെങ്കിൽ വളരെ എയർ ഡിഫെൻസ് സിസ്റ്റമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പോൾ കീവ് പോലെയുള്ള ക്യാപിറ്റൽ സിറ്റിയിൽ പോലും പകലൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ നിറയെ ആളുകളാണ്, ഓഫീസിൽ പോകുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു. പക്ഷേ രാത്രി 9 മണി 10 മണി കഴിഞ്ഞാൽ ഡ്രോൺ അറ്റാക്സിൻ്റെയും മിസൈൽ അറ്റാക്കുകളുടെയും സൈറണുകളാണ് രാത്രി മുഴുവൻ. ആളുകൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല. നമ്മളൊന്ന് ഉറങ്ങി വരുമ്പോഴേക്കും കുട്ടികളെ എടുത്ത് ഓടി ബങ്കറിൽ പോയി മണിക്കൂറുകളോളം ഇരിക്കേണ്ട അവസ്ഥയാണ്.
ചില ബങ്കറുകളെല്ലാം, ഞാൻ പോയ ചില ബങ്കറുകളിലെല്ലാം ബെഡും കുട്ടികൾക്ക് പഠിക്കാനുള്ള ടേബിളും ചെയറും അങ്ങനെയുള്ള സൗകര്യങ്ങൾ വരെയാണ് ഒരുക്കിയിട്ടുള്ളത്. കാരണം അങ്ങനെ ദേ ഹാവ് ടു ലിവ്. യുദ്ധം നടക്കുന്നു, ഒരു യുദ്ധത്തിനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതത്തെ അവരങ്ങ് മാറ്റിയെടുത്തിരിക്കുകയാണല്ലേ. അതെ. ഈ സിറിയയിലും സമാനമായ സാഹചര്യം നമുക്കറിയാം. ഇത്രയും വർഷങ്ങളോളം ആഭ്യന്തര യുദ്ധം, തീർച്ചയായിട്ടും ഈ സിറിയയിലായാലും സമാന സാഹചര്യം, എത്രയോ വർഷം ഈ ആഭ്യന്തര യുദ്ധം നിലനിന്നു. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെയൊക്കെ ജീവനുള്ള ഒരു ഉറപ്പുണ്ടല്ലോ, ഞാൻ ഇന്ന് രാവിലെ എണീറ്റാൽ ഞാൻ ഓഫീസിൽ പോകും, ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങും, നാളെ രാവിലെ ഞാൻ വീണ്ടും എണീക്കും, നാളെ ഷോപ്പിങ്ങിന് പോകും, അല്ലെങ്കിൽ ഞാനൊരു കല്യാണത്തിന് പോകും എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു സാധാരണ മലയാളി അല്ലെങ്കിൽ സാധാരണ ഇന്ത്യക്കാരൻ്റെയൊക്കെ ഒരു ജീവിതം വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം നാളെ പോയിട്ട് അടുത്ത നിമിഷം ജീവിക്കുമോ എന്ന ഉറപ്പില്ലാത്ത തരം ഒരു അനിശ്ചിതാവസ്ഥയിലും സന്ദിഗ്ധാവസ്ഥയിലൊക്കെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് നമുക്കൊരു പക്ഷെ ആലോചിക്കാൻ പോലും പറ്റില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ വാർ വിക്ടിംസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളും കുട്ടികളുമാണല്ലോ. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് സിറിയയിലൊക്കെ ചെല്ലുമ്പോൾ അഞ്ജനയുടെ ഒരു എക്സ്പീരിയൻസ് അവരുടെയൊക്കെ ഒരു ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു പാഠം, നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ഒരു ന്യൂസും അപ്രോച്ച് ചെയ്യുന്നത്. യു ആർ എ റിപ്പോർട്ടർ, വെദർ യു ആർ എ മെയിൽ ഓർ എ ഫീമെയിൽ ഡസൻ മേക്ക് എനി ഡിഫറൻസ്. പല ആളുകളും എന്നോട് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം, അഞ്ജനയ്ക്ക് ഭയങ്കര ധൈര്യമാണല്ലേ, എങ്ങനെയാണ് ഇത്രയും ധൈര്യം കിട്ടുന്നത്, അങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവങ്ങളിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് ധൈര്യമല്ല ആവശ്യം, ധൈര്യം ആവശ്യമേ ഇല്ല. നമുക്ക് കൂടുതൽ സൂക്ഷ്മതയാണ് അല്ലെങ്കിൽ സൂക്ഷ്മമാണ് ഏറ്റവും ആവശ്യം. കാരണം ഈ പല സ്ഥലങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിൽ കടന്നു ചെന്ന് നമ്മൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചകളും ദുരന്തങ്ങളും അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത അവരുടെ സങ്കടങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ കടന്നു ചെന്ന്, എൻ്റെ കയ്യിൽ മൈക്കില്ല, ഞാനൊരു TV റിപ്പോർട്ടർ അല്ലാത്തതുകൊണ്ട്, പക്ഷേ നമ്മൾ പേനയും പെൻസിലും പിടിച്ച് അവരുടെ ജീവിതത്തിനുള്ളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ഹ്യൂമിലിറ്റിയാണ്, കൈൻഡ്നെസ് ആണ്. ഇത് രണ്ടുമാണ് ഞാൻ പഠിച്ചൊരു പാഠം. അപ്പോൾ പലപ്പോഴും ഏത് യുദ്ധഭൂമിയിലാണെങ്കിലും ഏത് ദുരന്ത ഭൂമിയിലാണെങ്കിലും ഏറ്റവും വൾണറബിളായി എപ്പോഴും വരുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അവർക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യേക തരത്തിലുള്ള വെദർ ഇറ്റ് ഈസ് സെക്ഷൽ അബ്യൂസസ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ദുരനുഭവങ്ങൾ സ്ത്രീകൾ എപ്പോഴും വളരെ വൾണറബിളായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള യുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെ ഉള്ള അട്രോസിറ്റീസ് വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബംഗ്ലാദേശിലുള്ള റോഹിംഗ്യൻ ക്യാമ്പുകളിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന സമയത്ത്, ഞാൻ 2018 മുതൽ ആ റോഹിംഗ്യൻ ക്രൈസിസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു 10 ലക്ഷത്തോളം ആളുകൾ ജീവനെ പേടിച്ച്, അവിടുത്തെ പട്ടാളത്തെ പേടിച്ച് ഒരു ജനസൈഡിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ബംഗ്ലാദേശിലൊരു ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുകയാണ്. അപ്പോൾ അവരുടെ ദുരിതക്കടലുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷെ പ്രത്യേകിച്ചും സ്ത്രീകൾ ഇന്നും ആ ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ അറ്റാക്കുകൾ, സെക്ഷൽ അട്രോസിറ്റീസ്, ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മനുഷ്യക്കടത്തുകൾ, ഇതെല്ലാം വളരെയധികം നേരിടുന്നത് എപ്പോഴും സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീപക്ഷം സംസാരിക്കേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ചും യുദ്ധമോ ദുരന്തമോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അത് സ്ത്രീയാവുമ്പോഴും പുരുഷനാവുമ്പോഴും വ്യത്യാസമില്ല. നമ്മളൊരു റിപ്പോർട്ടർ മാത്രമാണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീ മാത്രം കാണുന്ന ചില കാഴ്ചകളുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മളൊരു യുദ്ധഭൂമിയിൽ ഒരു പക്ഷേ എല്ലാവരെയും ഒന്നിച്ച് കാണുകയല്ല ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് ചിലപ്പോൾ കാണാൻ കഴിയുന്ന ചില കാഴ്ചകളുണ്ട്. ആ നിലയ്ക്ക് നമ്മളുടെ ഒരു ഫെമിനൈൻ സൈഡ് ആ നിലയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും. തീർച്ചയായും. കാരണം സ്ത്രീകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ തീർച്ചയായും അനുഭവപ്പെടും. കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ആരുടെ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, നമ്മുടെ സേഫ്റ്റി എന്നും വലിയൊരു കൺസേൺ ആണ്. പക്ഷെ അതുപോലെ തന്നെ വലിയൊരു ഞാൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു, നമ്മൾ പല സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് പല കുടുംബങ്ങളോടും സ്ത്രീകളോടുമൊക്കെ അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കാനും ചിലപ്പോൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പലപ്പോഴും അങ്ങനെ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ
നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പലപ്പോഴും ഒരു പുരുഷന്മാരായിട്ടുള്ള റിപ്പോർട്ടേഴ്സിന് കടന്നു ചെല്ലാൻ പറ്റാത്തത് അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതായും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു സ്ത്രീപക്ഷത്തിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് എപ്പോഴും ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് എനിക്കത് വലിയൊരു അഡ്വാൻറ്റേജ് ആയി തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 12 വയസ്സായ ഒരു കുട്ടിയെ പട്ടാളക്കാർ കൂട്ടബലാത്സംഗം ചെയ്ത ഒരു 13 വയസ്സായ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും വളരെ സെൻസിറ്റീവായി ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ എല്ലാ തരത്തിലുള്ള അവരുടെ മാനസികമായിട്ടുള്ള വികാരങ്ങളെയും വിഷമങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ബൗണ്ടറീസ് ഒന്നും ക്രോസ് ചെയ്യാതെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് സാധിച്ചത് ഒരു സ്ത്രീ ആണെന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയും. കാരണം യു സീ തിങ്സ് ഫ്രം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അല്ലേ? അതെ, ഉറപ്പായിട്ടും. ഇനി ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിലോ ചോദിച്ചാൽ തീരാത്ത അത്രയും ഉണ്ട് എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് US മെക്സിക്കോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ വിഷയമാണ്. നമ്മളെപ്പോഴും കാണുന്നതാണ്. അവിടെ നിന്ന് വിലങ്ങ് വെച്ച ആളുകളെ കൊണ്ടുപോയി കാലിൽ വിലങ്ങ് വെച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഇത്തരം അതിർത്തികളിൽ നിവൃത്തികേട് കൊണ്ട് അതിർത്തി കടക്കേണ്ടി വരുന്നവർ നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് വളരെ വിശദമായി തന്നെ മടങ്ങിയെത്താം അഞ്ജന, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അഞ്ജന ശങ്കർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയയായ ജേർണലിസ്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. അഞ്ജന, ഈ US മെക്സിക്കോ ഇഷ്യൂ എക്കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ അത് ട്രംപിൻ്റെ 2ാം വരവിൽ കുറച്ചധികം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ ഈ അഭയാർത്ഥികളായി എത്തുന്ന മനുഷ്യരുടെ മനുഷ്യാവകാശം, അവർക്കും അവകാശങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ ഉറക്കെ പറയേണ്ട ഒരു സമയമാണ്. അവർക്ക് ഡിഗ്നിറ്റി ഉണ്ട് എന്നൊക്കെ പറയേണ്ട ഒരു സമയമാണ്. അവിടുത്തെ ക്യാമ്പുകളിലൊക്കെ പോയ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? US മെക്സിക്കോ ബോർഡറിൽ വർഷങ്ങളായി നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും വായിക്കുകയും ഒക്കെ ചെയ്ത് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. US-ൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ട്രംപിൻ്റെ 2nd പ്രസിഡൻസിയിൽ അവിടുത്തെ ഏറ്റവും പൊളിറ്റിക്കലി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റും കൂടിയാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് എൻ്റെയും ശ്രീജയുടെയും പോലെയൊക്കെ തന്നെയുള്ള സാധാരണയിൽപ്പെട്ട സാധാരണ മനുഷ്യർ അവർ താമസിക്കുന്ന വീടും നാടും എല്ലാം വിട്ടെറിഞ്ഞ് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി അല്ലേ, ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിക്ക് വേണ്ടി അവരെടുക്കുന്ന റിസ്കുകൾ എന്താണ് എന്നുള്ളത് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. കാരണം 2-3 മാസങ്ങൾ 12-13 രാജ്യങ്ങളിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്ത് ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 1000-ങ്ങളോളം മനുഷ്യർ മരിച്ചു വീണ ഡാരിയൻ ഗ്യാപ്പിൽ കൂടെയൊക്കെ ചെറിയ കുട്ടികളെ എടുത്ത് വലിയ ഒഴുക്കുള്ള നദി ചാടിക്കടന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെസേർട്ടിൽ കൂടെയൊക്കെ കടന്ന് പലപ്പോഴും മറ്റുള്ളവരുടെ ശവശരീരങ്ങൾ ചവിട്ടി മുന്നോട്ട് പോയി ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ കുടിവെള്ളമില്ലാതെയൊക്കെ ഫൈനലി ഈ വലിയ വൻമതിൽ കെട്ടിപ്പണർത്ത വൻമതിലിൻ്റെ മുന്നിലെത്തുന്ന ആളുകൾ, അവർ ചൈനക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, മെക്സിക്കൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളെ ഞാൻ അവിടെ കാണുകയുണ്ടായി. എല്ലാവരുടെയും മുഖത്ത് ഉള്ള ഭാവം അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ആശ്വാസം, നനഞ്ഞ് കുളിച്ചിട്ടൊക്കെയാണ് പലരും നദി കയറി നടന്നു വരുന്നത്. വിറച്ച ശരീരത്തോടുകൂടി നിൽക്കുന്ന നിറവയറുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ചെറിയ കൈക്കുഞ്ഞിനെ എടുത്ത് വരുന്ന ചില ഇന്ത്യൻ പൗരന്മാർ, അതുപോലെ ചൈനീസ്, അങ്ങനെയുള്ള ആളുകളോടെല്ലാം ചോദിക്കുമ്പോൾ ഉത്തരം അവർക്കെല്ലാം ഒന്നേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു മാനവികത അവിടെ കാണാൻ സാധിക്കുക. കാരണം അപകടങ്ങളും വയലൻസും യുദ്ധങ്ങളും ഒക്കെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരാണ് ഏറെക്കുറെ ആളുകളും. ബെറ്റർ ജോലി കിട്ടുവാനും ബെറ്റർ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയൊക്കെ വരുന്ന ചുരുങ്ങിയ ആളുകളൊക്കെ, അഡ്വഞ്ചറിന് വേണ്ടി വരുന്ന ചില ആളുകളെയൊക്കെ ഞാൻ കണ്ടിരുന്നുവെങ്കിലും പൊതുവെ ആളുകൾ വരുന്നതെല്ലാം സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് സേഫായി ജീവിക്കാനുള്ള ഒരു ഇടം തേടിയാണ് ഇത്രയും വലിയ റിസ്കുകൾ എടുത്ത് ആളുകൾ എത്തി ഈ വൻമതിൽ
ചാടിക്കടന്ന് അവരുടെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും ആഭരണങ്ങളും എല്ലാം വിറ്റും പണയം വെച്ചും ഒക്കെ ഹ്യൂമൻ ട്രാഫിക്കേഴ്സിനൊക്കെ പൈസ $5000 വരെയൊക്കെ കൊടുത്ത് ഇവർ ഇവിടെ സ്ഥലത്തെത്തുന്നത്. ഒരു രാജ്യത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. തീർച്ചയായും അമേരിക്കയ്ക്ക് അവരുടെ ഇമിഗ്രേഷൻ ലോസ് എന്തായിരിക്കണം എന്നതിനൊക്കെ കുറച്ച് കൃത്യമായ ധാരണകളുണ്ട്. പക്ഷേ ഈ വരുന്ന മനുഷ്യന്മാർ മുഴുവനും നമുക്ക് അവിടെയാണ് അവരുടെ നമുക്ക് ക്യാൻ വി ഹാവ് എ ഹ്യൂമൻ അപ്രോച്ച് ടു ഇമിഗ്രേഷൻ എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് പലപ്പോഴും പലരും ഉത്തരം ഇല്ലാതെ നമ്മളതിനെ ജിങ്കോയിസ്റ്റിക് ആയിട്ടും വളരെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടൊക്കെയുള്ള കോൺവെർസേഷനായി മാറ്റുന്നത്. വരുന്നതിൽ വലിയൊരു ശതമാനം മുഴുവനും ഇവിടെ വന്ന് അമേരിക്കയിൽ വന്ന് പുതിയൊരു ജോലി ചെയ്യാൻ വേണ്ടി, പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി വരുന്നവരാണ്. ക്രിമിനൽസോ ഇവിടെ വന്ന് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാനൊന്നും വരുന്നവരല്ല. അതിൽ അങ്ങനെയുള്ളവർ ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ എനിക്ക് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പോയിന്റ് ഔട്ട് ചെയ്യണം തോന്നി. ഇതിപ്പോ നമ്മൾ ഈ US പോയത് IWMF-ന്റെ എലിസബത്ത് ന്യൂ ഫെലോഷിപ്പ് കിട്ടിയിട്ടാണ്. അത് ഒരു വലിയ നേട്ടമാണ്. ഒരു മലയാളിക്ക് എൻ്റെ അറിവിൽ ഈ ഫെലോഷിപ്പ് ഇതിന് മുൻപ് കിട്ടിയിട്ടില്ല. ഒരു വർഷം അവിടെ ചെലവഴിച്ച് ന്യൂയോർക്ക് ടൈംസിലടക്കം ജോലി ചെയ്ത് അവിടെയൊക്കെ ബോസ്റ്റൺ ടൈംസിലൊക്കെ പബ്ലിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഒപ്പം എനിക്ക് സമയം കുറവായതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചേർത്ത് ഞാൻ പറയാം. വേണമെങ്കിൽ അഞ്ജനയ്ക്ക് എന്നെ പോലെ നിന്ന് ഇവിടെ മലയാളത്തിൽ നിന്ന് വാർത്തയൊക്കെ വായിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആവാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്ന് ഷൈൻ ചെയ്യാവുന്ന ഒരു ജേർണലിസ്റ്റ് ഒക്കെ ആവായിരുന്നു. ഈ പുറത്തേക്ക് പോവുകയും ഇങ്ങനെ സംഘർഷഭരിതമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നൊരാഗ്രഹം വന്നത് എങ്ങനെയാണ് എന്നുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ രസമായിരിക്കും. അത് ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടൊന്നും സംഭവിച്ചൊരു കാര്യമല്ല. ഞാൻ ജേർണലിസം പഠിക്കുമ്പോൾ ഒരിക്കലും ഞാനൊരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ലൈഫ് ഹാപ്പൻസ് വെൻ യു ആർ ബിസി പ്ലാനിങ് ഇറ്റ് എന്ന് പറയുന്നത് പോലെ ഏതൊക്കെയോ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച് വന്നപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇടയാവുകയും പിന്നീട് അതിൻ്റെ അനുഭവത്തിൻ്റെ ബലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള പലർക്കും കടന്നു ചെല്ലാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ചെന്ന് മനുഷ്യാവകാശ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ നേരിടുന്ന ദുരിതങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ എൻ്റെ ജേർണലിസത്തിന് സാധിക്കണം. ഐ ഹാവ് ടു ഡു ജേർണലിസം വിത്ത് എ ഹാർട്ട് എന്നുള്ളൊരു ആഗ്രഹവും അല്ലെങ്കിൽ അങ്ങനെ തീർച്ചയായും ആ ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ അഞ്ജനയെ ഇങ്ങനൊരു കോൺവെർസേഷന് ഞാനിവിടെ കൊണ്ടിരുത്താൻ തന്നെ കാരണം. എനിക്ക് വളരെ കുറഞ്ഞ സമയം കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. ക്ഷമിക്കണം, കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. വളരെ വളരെ സന്തോഷം. ആൻഡ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു വനിതാ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഹാവ് യു ഹിയർ. ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനും ഇതുപോലെ മനുഷ്യന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Srija. It was a pleasure to be here. Yeah, thank you. ശരി, അപ്പം അഞ്ജന ശങ്കറാണ് നമ്മളോടൊപ്പം ചേർന്നത്. അഞ്ജന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഒരുപാട് യുദ്ധ മേഖലകളിലും സംഘർഷ മേഖലകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അനുഭവങ്ങളാണ് നമ്മളോട് അഞ്ജന പങ്കുവച്ചത്. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.